ഹലോ, ഗുഡ് മോർണിംഗ്. എന്തൊക്കെയുണ്ട് വിശേഷം? എന്തല്ല. അപ്പോൾ കോംബാറ്റിൻ്റെ ദുനിയാവിലേക്ക് സ്വാഗതം. മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ടൈറ്റിൽ ശ്രദ്ധിച്ചിരിക്കുമല്ലോ. ഒരു ഫസ്റ്റ് തോട്ട്സാണ്, ഇനീഷ്യൽ തോട്ട്സ്. അതായത് ഗംഭീരമായിട്ടുള്ള മെയിൻ കാർഡ് എല്ലാവരും അറിഞ്ഞിട്ടുണ്ടാവും, ഇതൊന്നും പ്രത്യേകിച്ച് കുട്ടി ഘോഷിക്കേണ്ട ആവശ്യമില്ല. അതായത് ഇസ്ലാം സാറുഖ്യാൻ 2 ആൻഡ് ഉമർ വേഴ്സസ് മെറാബ്. ഓക്കെ, അപ്പോൾ ഇതിനെക്കുറിച്ചുള്ള കുറച്ച് തോട്ട്സാണ്. ഓക്കെ, അപ്പോൾ ആദ്യം തന്നെ ഇസ്ലാം നമ്മൾ ആഴത്തിൽ ഉള്ള തോട്ട്സാണ് പറയുന്നത്, അധികം നീട്ടത്തില്ല. പിന്നെ അത് കഴിഞ്ഞ് നിങ്ങൾ പറയണം, നിങ്ങൾ കമൻറ്റ് ചെയ്ത് പറയണം. അപ്പോൾ നമ്മളെപ്പോഴും പറയുന്ന പോലെ നിങ്ങൾ എന്തായാലും കമൻറ്റ് ചെയ്യുക, നമ്മുടെ ഇൻസ്റ്റ ഒന്ന് ഫോളോ ചെയ്യുക, പിന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക. ആൻഡ് സപ്പോർട്ട് എവറിബഡി ഗൈസ്. ഓക്കെ, MMA കമ്മ്യൂണിറ്റി വളരട്ടെ കേരളത്തിൽ. ഇപ്പോൾ ആരോ പറഞ്ഞ പോലെ ഒരു പ്രിയപ്പെട്ട ഒരു കമൻറ്റേറ്റർ എൻ്റെ കഴിഞ്ഞ വീഡിയോയിലോ അതിൻ്റെ മുമ്പിലത്തെ വീഡിയോയിലോ ആണെന്ന് തോന്നുന്നു കമൻറ്റ് ചെയ്തു. ഇങ്ങനെ പുള്ളിയുടെ സങ്കടം പറയുന്നുണ്ടായിരുന്നു. അതായത് കേരളത്തിൽ എന്താണ് MMA ഒന്നും ആർക്കും ഇഷ്ടമല്ല, എന്ത് ചെയ്യാനാ, വ്യൂസ് വരുന്നില്ല, സബ്സ്ക്രൈബേഴ്സ് വരുന്നില്ല എന്നുള്ള രീതിയിൽ പുള്ളി പറയുന്നുണ്ടായിരുന്നു, നമ്മളല്ല പറഞ്ഞ. അപ്പോൾ അതൊന്നും കാര്യമില്ല. വ്യൂസ്, ഞാൻ എപ്പോഴും പറയുന്ന പോലെ വ്യൂസ്, സബ്സ്ക്രൈബേഴ്സ്, ക്യാഷ്, പണം, ഇതൊന്നും നമുക്ക് വിഷയമല്ല. നമ്മുടെ പാഷൻ കോംബാറ്റാണ്, നമ്മുടെ പാഷൻ MMA ആണ്, നമ്മുടെ പാഷൻ മാർഷൽ ആർട്സ് ആണ്. അപ്പോൾ അത് നമ്മൾ ചർച്ച ചെയ്യുന്നു മാത്രം. മറ്റേതൊക്കെ വന്നോളൂന്നേ, വരുന്നെങ്കിൽ വരട്ടെ, ഇല്ലെങ്കിൽ പ്രശ്നമൊന്നുമില്ല കേട്ടോ. അപ്പോൾ അതൊന്നും വിഷയമില്ല, ചിൽ ഔട്ട്. ഓക്കെ, അപ്പോൾ ഞാൻ പറഞ്ഞു എന്താണ്, കമ്മ്യൂണിറ്റിയും ചാനലും മറ്റ് സബ്സ്ക്രൈബേഴ്സും ഒക്കെ വളർന്നാലും ഇല്ലെങ്കിലും കമൻറ്റ് എന്തായാലും നിങ്ങൾ ചെയ്യണം, റൈറ്റ്? അപ്പോൾ അതാണ് കാര്യം. അപ്പോൾ നമുക്ക് നേരെ ടോപ്പിക്കിലേക്ക് വരാനേ. ഓക്കെ, ആഴത്തിൽ ഉള്ള തോട്ട്സ് നമ്മൾ ഷെയർ ചെയ്യും. പിന്നെ നിങ്ങൾ ആഴത്തിലുള്ള തോട്ട്സ് കമൻറ്റ് രൂപേണ ഷെയർ ചെയ്യുക. ഓക്കെ, ഇനിയിപ്പോൾ ഞാൻ പറയുന്നത് നിങ്ങൾ ഓരോരുത്തരും ചാനൽ തുടങ്ങുകയാണെങ്കിൽ ഒന്നുകൂടെ ആക്ടിവേറ്റ് ആവും ഈ ടോട്ടൽ അൽഗോരിതം. എല്ലാവരും ചാനൽ സ്റ്റാർട്ട് ചെയ്യും. അപ്പം നിങ്ങൾക്ക് കമൻറ്റ് ടൈപ്പ് ചെയ്യേണ്ട ആവശ്യമില്ലല്ലോ, എല്ലാവരും അവരവരുടെ വീഡിയോസ് ഇടാം, അപ്ലോഡ് ചെയ്യാം. ഈ MMA വിഷയത്തിൽ, മാർഷൽ ആർട്സ് വിഷയത്തിൽ സ്റ്റാർട്ട് ചെയ്യുക. അപ്പം കേരളത്തിലെ MMA കമ്മ്യൂണിറ്റി, ആ ഒരു ഓൺലൈൻ കമ്മ്യൂണിറ്റി ഭയങ്കര സ്ട്രോങ് ആയിരിക്കും. ഇനി അതിന് കഴിയാത്തവർ കമൻറ്റ് തീർച്ചയായിട്ടും ചെയ്യണം. ഓക്കെ, അപ്പോൾ ആദ്യത്തെ കേസ് മക്കാഷേവ് ആൻഡ് സാറുഖ്യാൻ 2. അതിനെക്കുറിച്ച് പറയുകയാണെങ്കിൽ, ഇപ്പോൾ ഇവരുടെ ആദ്യത്തെ ഫൈറ്റ് നടന്നിരുന്നല്ലോ, മക്കാഷേവ് സാറുഖ്യാൻ ആദ്യത്തെ ഫൈറ്റ് നടന്നിരുന്നു. അപ്പോൾ ആ ഫൈറ്റ് ഭയങ്കര കോമ്പറ്റീറ്റീവ് ആയിരുന്നല്ലോ. മക്കാഷേവ് ജയിച്ചു, പക്ഷേ ഭയങ്കര കോമ്പറ്റീറ്റീവ് ആയിരുന്നു. ഇനി ആ ഒരു സ്റ്റേജിൽ നിന്ന് രണ്ട് ഫൈറ്റേഴ്സും ഒരുപാട് ഇവോൾവ് ആയെന്ന് വേണമെങ്കിൽ, ഇവോൾവ് എന്ന് പറഞ്ഞാൽ എന്താ, ഒരുപാട് ദൂരം വന്നു. മക്കാഷേവ് ഇപ്പോൾ വേറൊരു ഫൈറ്ററാണ്, അതേപോലെ അർമാനും ഇപ്പോൾ വേറൊരു ലെവലിൽ നിൽക്കുവാണ്. പക്ഷേ എനിക്ക് തോന്നുന്നത് സഞ്ചരിച്ച് ഇങ്ങോട്ടിങ്ങ് വന്നപ്പോഴത്തേനും മക്കാഷേവ് എത്തിയ ഒരു ലെവലുണ്ട്, അതേപോലെ അർമാൻ എത്തിയൊരു ലെവലുണ്ട്. അതിന് വ്യത്യാസമുള്ള പോലെ ഒരു ശകലം വ്യത്യാസം ഉണ്ടായിരിക്കാം. ശകലമെന്ന് ഞാൻ പറയത്തുള്ളൂ, വലിയ വ്യത്യാസമൊന്നും ഞാൻ പറയത്തില്ല, ശകലം വ്യത്യാസമുണ്ട്. ആ വ്യത്യാസം ശകലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താന്ന് പറഞ്ഞാൽ, മക്കാഷേവ് ദേ ഇവിടെ നിൽക്കുന്നു, അർമാൻ ദേ ഇവിടെ നിൽക്കുന്നു. അങ്ങനെയാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. കാരണം മക്കാഷേവ് ഇപ്പോൾ വേറൊരു ലെവലിൽ നിൽക്കുവാണ്, അതാണ് ആ ടോപ്പ് ലെവൽ. അർമാൻ, ശ്രദ്ധിക്കുക, അർമാൻ മോശമാണെന്നല്ല ഞാൻ പറയുന്നത്, അർമാൻ അതിന് തൊട്ട് താഴോട്ട് നിൽക്കുന്ന പോലെയാണ് എൻ്റെ ഒരു കാഴ്ചപ്പാട്. ക്ഷമിക്കുക, ഇങ്ങനൊന്നും പറയാൻ പാടില്ല സത്യം പറഞ്ഞാൽ. കാരണം നമ്മളിവിടെ ഇരുന്നുകൊണ്ട് ഇങ്ങനെ വാചോടിക്കാൻ പാടില്ല. പക്ഷേ എൻ്റെ ഒരു തോട്ട്സ് ആണല്ലോ ഞാൻ ഷെയർ ചെയ്തത്. ഓക്കെ, എന്നും പറഞ്ഞുകൊണ്ട് ഇസ്ലാം, മക്കാഷേവ്, അർമാൻ സാറുഖ്യാനെ അങ്ങ് വിഴുങ്ങിക്കളയും എന്നല്ല ഞാൻ പറയുന്നത്. തീർച്ചയായിട്ടും അങ്ങനെ നടക്കാൻ പോകുന്നില്ല. എനിക്ക് തോന്നുന്നത് ഒരു അങ്ങോട്ടും ഇങ്ങോട്ടും പെട്ടെന്ന് തട്ടി ഒരു സഡൻ നോക്കൗട്ടൊക്കെ വന്നാൽ ഓക്കെ. പക്ഷേ അല്ലാത്ത പക്ഷം എനിക്ക് തോന്നുന്നത് ഇതൊരു ഹൈലി ഭീകരമായിട്ടുള്ള കോമ്പറ്റീറ്റീവ് ഫൈറ്റ് ആയിരിക്കും. അതിന് കാരണമുണ്ട്. കാരണം മക്കാഷേവ് വേഴ്സസ് പോരിയർ കണ്ടിട്ടുണ്ടാവും, ഡസ്റ്റിൻ പോരിയർ. അപ്പം അറിയാമല്ലോ, ഡസ്റ്റിൻ പോറിയറിൻ്റെ ഗ്രാപ്ലിങ്ങും മക്കാഷേവിൻ്റെ ഗ്രാപ്ലിങ്ങും നമുക്കറിയാം. അപ്പം
പലവരും അഭിപ്രായപ്പെട്ടു. ഞാൻ അടക്കമുള്ളവർ നമുക്ക് തോന്നിയത് പോരിയറിനെ ഒരു രണ്ടാമത്തെയോ മൂന്നാമത്തെയോ റൗണ്ടിൽ വിഴുങ്ങിക്കളയുമെന്ന് വിചാരിച്ചു. പക്ഷെ അങ്ങനെ സംഭവിച്ചോ? ഇല്ല. ഉഗ്രൻ പോരാട്ടം തന്നെ കൊടുത്തു. എന്നിട്ട് ഒരുപാട് പോരാടിയതിന് ശേഷം, രക്തം ഒഴുക്കിയതിന് ശേഷമാണ് മക്കാഷേവ് ജയിച്ചത്. ഓക്കെ, സീരിയസ്ലി ബ്ലഡ് എന്ന് പറഞ്ഞാൽ മക്കാഷേവിൻ്റെ ഫേസ് ബ്ലഡി ആയിരുന്നു. ഒരു യുദ്ധം കഴിഞ്ഞിട്ടാണ് പോരിയറിനെ തോൽപ്പിക്കാൻ പറ്റിയത്. അപ്പോൾ നിങ്ങൾ അർമാൻ ഫൈറ്റ് ഒന്ന് ആലോചിച്ച് നോക്കുക. അർമാൻ അങ്ങനെ കൈയും കെട്ടി നോക്കി നിൽക്കത്തില്ല. അപ്പം കോമ്പറ്റീറ്റീവ് ആയിരിക്കും. പക്ഷേ എല്ലാവർക്കും ഒരു ഇഷ്ടമുണ്ടല്ലോ. അപ്പം നമ്മൾ ആ ഇഷ്ടം പറയുന്നെന്ന് മാത്രം. മക്കാഷേവ് അതുകൊണ്ട് ജയിക്കും എന്നുള്ള ഒരു അഭിപ്രായം. നമുക്ക് ആ എൻറ്റയർ ഹബീബ് ക്യാമ്പ്, അവരുടെ ഫൈറ്റിംഗ് സ്റ്റൈൽ മറ്റൊന്നുമല്ല, വേറെ ഫാക്ടേഴ്സ് ഒന്നുമല്ല, കൺട്രി അല്ലെങ്കിൽ റിലീജിയൻ, അതൊന്നും നമ്മളിവിടെ ഡിസ്കസ് ചെയ്തില്ല. ഇത് സ്പോർട്സാണ്. നമുക്ക് ആ ഫൈറ്റിംഗ് സ്റ്റൈലിനോട്, എനിക്ക് ആ ഫൈറ്റിംഗ് സ്റ്റൈലിനോട് ഭയങ്കര ഇഷ്ടമാണ്. ഈ ഹബീബ് ആണെങ്കിലും മക്കാഷേവ് ആണെങ്കിലും, ഇനി ഉമറിൻ്റെ കേസ് ഞാൻ വരുന്നുണ്ട്. ഉമർ ആണെങ്കിലും, പിന്നെ ഇവരുടെ ക്യാമ്പല്ല ഹംസത്ത് ആണെങ്കിലും, ഇവരുടെ ഒരു ഫൈറ്റിംഗ് സ്റ്റൈലുണ്ട്. ഇവരുടെ ഫൈറ്റിംഗ് സ്റ്റൈൽ എന്ന് പറയുമ്പോൾ ഈ സ്റ്റാൻഡപ്പിനെ, അതായത് മൊയ്തായ്, കിക്ക് ബോക്സിങ്, കരാട്ടെ, ടൈക്വോണ്ടോ, ഇതിനെയൊക്കെ അങ്ങ് സീറോ ആക്കി കളയും. നേരെ കാലിലേക്ക് പോവുക, അവിടെ നിന്ന് നേരെ ഒരു സൈഡ്, ആ ഒരു ബോഡി കൺട്രോൾ എന്ന് പറയത്തില്ലേ, ബോഡി കൺട്രോൾ, ബോഡി ലോക്ക്, അതുവഴി നേരെ ബാക്കിലേക്ക് എടുക്കുക. പിന്നെ ആ ബാക്കിൽ നിന്നുള്ള സബ്മിഷൻ പ്രയോഗങ്ങൾ, അവിടെ നിന്ന് വലിച്ച് താഴേക്ക് കൊണ്ടുപോയി ഡ്രാഗ് ചെയ്ത് താഴേക്ക് കൊണ്ടുപോയി അവിടെ സബ്മിഷൻ ചെയ്യും. ഇതൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. എനിക്ക് ഭയങ്കര ഒരു ഇഷ്ടമുള്ള ഫൈറ്റിംഗ് സ്റ്റൈൽ. പലവർക്കും അത് ഇഷ്ടമല്ല, പക്ഷേ എൻ്റെ ഒരു ഫേവറേറ്റ് ഫൈറ്റിംഗ് സ്റ്റൈലാണ്. അതുകൊണ്ട് മാത്രം ഞാൻ മക്കാഷേവിനെ സപ്പോർട്ട് ചെയ്യുന്നു. ഇനി നമുക്ക് നേരെ രണ്ടാമത്തെ ഫൈറ്റിലേക്ക് വരാം. അതായത് ഉമർ വേഴ്സസ് മെറാബ്. ഉമറും ഖബീബ് ക്യാമ്പിലാണ്. പക്ഷേ എങ്കിലും ഈ ഒരു ഫൈറ്റിൽ എഗെയിൻ ഭയങ്കരമായിട്ടുള്ള കോമ്പറ്റീറ്റീവ് ഫൈറ്റ് ആയിരിക്കും. പക്ഷേ ഈ ഒരു ഫൈറ്റിൽ ഞാൻ മെറാബിനെ സപ്പോർട്ട് ചെയ്യത്തുള്ളൂ. കാരണം ഉമറിനോട് ഇഷ്ടക്കുറവൊന്നും ഉണ്ടായിട്ടല്ല. പക്ഷേ ദർ ഇസ് സംതിങ് കോൾഡ് ഒരു കാർമിക് സൈക്കിൾ അല്ലേ. കാർമിക് സൈക്കിൾ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ എന്തുവാ, വലിയ സംഭവമാണ്. അതായത് ഇപ്പോൾ പ്രപഞ്ചം, ഇങ്ങനെ മലയാളത്തിൽ സിമ്പിളായിട്ട് പറയാം, പ്രപഞ്ചം ഓരോരുത്തരെയും നോക്കിക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ ഓരോരുത്തരെയും, അത് ഉമറാണെങ്കിലും മെറാബാണെങ്കിലും ഞാനാണെങ്കിലും നിങ്ങളാണെങ്കിലും എല്ലാവരെയും ഇങ്ങനെ വാച്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ആരാണ് ഏറ്റവും കൂടുതൽ കഷ്ടപ്പെടുന്നത് അവർക്കായിരിക്കും കുറച്ചൊരു മുൻതൂക്കം പ്രപഞ്ചം കൊടുക്കുന്നത്. അങ്ങനെ മനസ്സിലാക്കിയാൽ മതി. അങ്ങനെ നോക്കുമ്പോൾ മെറാബാണ് ഇത് ജയിക്കേണ്ടത്. പക്ഷെ പലപ്പോഴും ഈ പറയുന്ന പ്രപഞ്ചം അങ്ങനെ നോക്കുന്നുണ്ടോ, ഇപ്പം അങ്ങനെയാണോ വരുന്നത്, അതൊരു വലിയ ഫിലോസഫിക്കൽ ചർച്ചയാണ്. പക്ഷേ എൻ്റെ അഭിപ്രായത്തിൽ മെറാബാണ് ജയിക്കുന്നത്. കാരണം നിങ്ങൾക്ക് ഞാൻ പറഞ്ഞത് മനസ്സിലായില്ലെങ്കിൽ പലവർക്കും മനസ്സിലായിട്ടുണ്ടാവും. ഞാൻ ഇതാണ് പറയാൻ ഉദ്ദേശിക്കുന്നത്. അതായത് മെറാബ് ഇപ്പോഴത്തെ ഈ സ്ഥിതിയിലേക്ക് എത്തിയിട്ടുള്ളത് ഒരുപാട് വെറും ഒരു വട്ടം ഒരുപാടെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല, 2-3 വട്ടം പറയണം. ഒരുപാട് സ്ട്രഗിൾ ചെയ്തിട്ടാണ് ഈ ഒരു സ്ഥിതിയിലേക്ക് എത്തിയിട്ടുള്ളത്. ഒരു ചാമ്പ്യൻഷിപ്പ് ടൈറ്റിൽ ഷോട്ട് കിട്ടുന്നതിന് എന്തോരം പേരെ തോപ്പിച്ചിട്ടാണെന്നറിയോ. നമ്മൾ ആ ഒരു എന്താ പറയുന്നത്, ഓമാലി ഫൈറ്റ് സമയത്താണ് ആദ്യമായിട്ട് മെറാബിൻ്റെ ഫൈറ്റ്സൊക്കെ കണ്ടിട്ടുണ്ട്. പക്ഷേ മെറാബിനെക്കുറിച്ച് റിസർച്ച് ചെയ്യുന്നപ്പോഴാണ് നമ്മൾ മനസ്സിലായത് പുള്ളി ഈ ഒരു അവസ്ഥയിലേക്ക് എത്തുവാനായിട്ട് ഒരുപാട് സ്ട്രഗിൾ ചെയ്തിട്ടുണ്ട്. പക്ഷേ നിങ്ങൾ തന്നെ പറയുക, ഉമറിന് ഒരു ഷോർട്ട് കട്ട് കിട്ടിയില്ലേ? എനിക്ക് തോന്നുന്നു ആ ഹബീബിൻ്റെ ഒരു പൊളിറ്റിക്കൽ, ഹബീബ് എന്നോടുള്ള ഇഷ്ടക്കൂടുതലുണ്ട്. ഹബീബ് മക്കാഷേവിനോടൊക്കെ, ഡാന വൈറ്റിനും ടീമിന് ഭയങ്കര ഇഷ്ടമാണ്. അലി ഇവരൊക്കെ ഭയങ്കര ക്ലോസ് ആണ്. അതുകൊണ്ടല്ലേ ഒരു പ്ലേറ്റിൽ എടുത്തു വെച്ച് കൊടുത്ത പോലെ തോന്നുന്നില്ലേ? ഉമറിന് പെട്ടെന്ന് അങ്ങ് ഒരു ടൈറ്റിൽ ഷോട്ട് കിട്ടിയ പോലെ എനിക്ക് ഫീൽ ചെയ്യുന്നു ഗൈസ്. ഒന്നും തെറ്റിദ്ധരിക്കരുത്, ഒന്നും എന്നോട് എന്താ നിങ്ങൾ കമൻറ്റ് ചെയ്യുക. എനിക്ക് അങ്ങനെ ഫീൽ ചെയ്തു, പെട്ടെന്ന് എടുത്തു കൊടുത്ത പോലെ. അതേസമയം മെറാബിന് അങ്ങനെ ആയിരുന്നില്ല. മെറാബിനെ ഒരുപാട് വട്ടം പരീക്ഷിച്ചു, എന്നിട്ടാണ് ഒരു ടൈറ്റിൽ ഷോട്ട് കിട്ടി, ആ ടൈറ്റിൽ ജയിച്ചു. അതാണ് മെറാബ് പറയുന്നത്. മെറാബ് പറയുന്നതിൽ തീർച്ചയായിട്ടും സത്യമുണ്ട്. അപ്പം എന്തായാലും ഈ മക്കാഷേവ് അർമാൻ പോലെ തന്നെ ഒരു ഭീകര പോരാട്ടമായിരിക്കും ഇതും. അപ്പോൾ അതിൽ യാതൊരു സംശയവുമില്ല. അതിൽ ഞാൻ മെറാബിനെ സപ്പോർട്ട് ചെയ്യുന്നു എന്ന് മാത്രം, വേറെ ഒന്നും ഞാൻ പറഞ്ഞില്ല. മെറാബ് ജയിക്കണം എന്നാണ് ഞാൻ പറയുന്നത്. പക്ഷേ എങ്ങനെ ജയിക്കും എന്നുള്ളതാണ്. കാരണം ഉമർ എഗൈൻ ഈ പറഞ്ഞ പോലെ ഉമർ അർമാൻ കൈകെട്ടി നോക്കി നിൽക്കത്തില്ലെന്ന് പറഞ്ഞില്ല, അതുപോലെ ഉമറും കൈകെട്ടി നോക്കി നിൽക്കത്തില്ല. ഉമർ ശരിക്ക് ഒരു ഓൾറൗണ്ടറാണ് ഉമർ. സ്റ്റാൻഡപ്പ് ആണെങ്കിൽ സ്റ്റാൻഡപ്പ്, റെസ്ലിംഗ് ആണെങ്കിൽ റെസ്ലിംഗ്, ഗ്രാപ്ലിംഗ് ആണെങ്കിൽ ഗ്രാപ്ലിംഗ്, ഗ്രൗണ്ട് ഗെയിം ഒന്നിനൊന്ന് മെച്ചമാണ് നമ്മുടെ ഉമർ ഭായ്. അപ്പോൾ എങ്ങനെ മെറാബ് തോൽപ്പിക്കും എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത്. മെറാബിൻ്റെ
തോൽപ്പിക്കാനുള്ള ഒരേ ഒരു അസ്ത്രം എന്ന് പറഞ്ഞാൽ എന്താണ്? ആയുധം, വെപ്പൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പുള്ളിയുടെ ടാങ്കാണ്. ടാങ്ക് എന്ന് പറഞ്ഞാൽ എന്താണെന്ന് മനസ്സിലായില്ലേ? സ്റ്റാമിന. എനിക്ക് തോന്നുന്നു ആ ഒരു ടെർമിനേറ്റർ സ്റ്റൈൽ, അടി കൊടുക്കുന്നു വീണ്ടും വരുന്നു, അടി കൊടുക്കുന്നു വീണ്ടും വരുന്നു. അതായത് ഉമർ എത്ര ആക്രമിച്ചാലും മിറാബ് മുന്നോട്ട് കയറി വരിക തന്നെ ചെയ്യും. ഒരു ബീസ്റ്റാണ് മിറാബ്, ബട്ട് സോ ഈസ് ഉമറുമാണ്. പക്ഷേ ഞാൻ മിറാബിന് മുൻതൂക്കം കൊടുക്കുന്നു. പക്ഷെ ഒരു കാര്യത്തിൽ യാതൊരു സംശയവുമില്ല, ഇതൊരു വെടിക്കെട്ട് പേപ്പർ വ്യൂ ആയിപ്പോയി. പേപ്പർ വ്യൂ എന്ന് പറയുന്നത് എന്താ, ഒരു വെടിക്കെട്ട് ഇവൻ്റ് ആയിപ്പോയി ഇത്. ഭീകരമായിരിക്കും, അതിഭീകരമായിരിക്കും. കാരണം സൂപ്പർബ് ടൈം പാസ് ആയിരിക്കും, അതിൽ യാതൊരു സംശയവുമില്ല. അപ്പോൾ നമ്മൾ അത്രയും വിചാരിച്ചാൽ മതി. നമുക്ക് ജസ്റ്റ് ഓഡിയൻസ്, ഫാൻസിന്, കോമ്പാറ്റ് ഫാൻസിന്, മാർഷൽ ആർട്സ് ആരാധകർക്ക്, മാർഷൽ ആർട്ട് പ്രാക്ടീസ് ചെയ്യുന്നവർക്ക് ഇതൊരു നല്ല ഒരു കോൺഫറൻസ് തന്നെയായിരിക്കും, സെമിനാർ തന്നെയായിരിക്കും. ഒരു നല്ല പഠിക്കാൻ പറ്റിയ ഒരുപാട് കാര്യങ്ങൾ അന്ന് നടക്കും. വളരെ ആഴത്തിൽ നമ്മൾ അനലൈസ് ചെയ്യണമെന്ന് മാത്രം. പിന്നെ ഇത് പറഞ്ഞു കഴിഞ്ഞിട്ടില്ല, നമ്മുടെ UFC 310 ഷൗക്കത്ത്, ഗാരി, പിന്നെ ആ ഒരു ഇതുണ്ടായിരുന്നല്ലോ, ഫൈറ്റ് ഉണ്ടായിരുന്നല്ലോ, അലക്സാണ്ടർ പാൻടോയ, ആ ഇത് നമ്മൾ ഒരു വീഡിയോ ഇട്ടിട്ടുള്ളൂ, ഇനി വീഡിയോസ് ഇട്ടിട്ടില്ല. അതിനെക്കുറിച്ച് ഒരുപാട് കാര്യങ്ങൾ അന്ന് എനിക്ക് പറയാനുണ്ട്, ചർച്ച ചെയ്യാനുണ്ട്. പക്ഷേ ഇതിനകത്ത് ഞാൻ കയറി കുളവാക്കുന്നില്ല. നമുക്ക് വേറൊരു അവസരം വരികയാണെങ്കിൽ നമുക്ക് പറയാം. അപ്പോൾ ഞാൻ ഈ വീഡിയോ ഇനിയും വലിച്ചു നീട്ടുന്നില്ല. ഇനിയും നിങ്ങളുടെ ഊഴമാണ്. നിങ്ങൾ വീഡിയോ കാണുക, മറ്റ് നമ്മുടെ ബ്രദേഴ്സിൻ്റെയും വീഡിയോ കാണുക. മലയാളമാണെങ്കിലും തമിഴാണെങ്കിലും ഹിന്ദി കാണുക, ഇംഗ്ലീഷ്, ഇതെല്ലാം കാണുക. കണ്ടതിന് ശേഷം നിങ്ങളൊന്ന് ആലോചിക്കുക. ആലോചിച്ചിട്ട് നല്ല ആഴത്തിൽ ചിന്തിച്ചിട്ട് കമൻ്റ് ഇടുക. ആ കമൻറ്റ് വായിക്കാനാണ് എനിക്ക് താല്പര്യം. അതിൽ നിന്ന് എനിക്ക് സ്പാർക്ക് കിട്ടും. നിങ്ങൾക്കൊരു വിചാരം ഉണ്ടായിരിക്കും, അറ്റ്ലീസ്റ്റ് ചിലവർക്കെങ്കിലും നമ്മളിടുന്ന കമൻ്റ് ഒന്ന് വെറുതെ എന്തിനാണ് കമൻറ്റ് ഇടുന്നത്, അവനൊന്നും വായിച്ച് നോക്കത്തില്ലല്ലോ എന്നുള്ളത്. അത് തെറ്റിദ്ധാരണയാണ് ഗൈസ്, അത് തെറ്റിദ്ധാരണയാണ്. ജസ്റ്റ് ബിക്കോസ് ഐ ആം നോട്ട് റിപ്ലൈയിങ് ടു യുവർ കമൻറ്റ്, ഇറ്റ് ഡസൻറ്റ് മീൻ ദാറ്റ് ഐ ആം നോട്ട് റീഡിങ് ഇറ്റ്. അതായത് നിങ്ങളുടെ കമൻറ്റിന് ഞാൻ റിപ്ലൈ തരുന്നില്ല എന്ന് പറഞ്ഞിട്ട് നിങ്ങളുടെ കമൻറ്റ് വായിക്കുന്നില്ല എന്നല്ല. ഞാനത് ലൈക്ക് ചെയ്യുന്നുണ്ട്, ശ്രദ്ധിച്ചായിരുന്നു. എല്ലാവരുടെയും കമൻറ്റ് ആഴത്തിലാണ് ഞാൻ വായിക്കുന്നത്. അപ്പം നിങ്ങൾ കമൻറ്റ് ഇടുക, ഫിലോസഫിക്കൽ, വളരെ ഡീപ്പായിട്ട് ആഴത്തിൽ കമൻറ്റ് ഇടുക ഇതിനെക്കുറിച്ച്, UFC 311 കുറിച്ച്. That's all guys.